ഫോർട്ട് കൊച്ചി പയ്യനായ സിനാൻ എങ്ങനെ ബാലനായി? ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്ന് ഇതുപോലെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോ കാസ്റ്റിംഗ് കോൾ കണ്ട് ഗണിച്ചേട്ടന്റെ ഇങ്ങനെ 14ഉം 15ഉം വയസ്സിന് ഇടയിലുള്ള പിള്ളേരെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. എനിക്കപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഉറക്കത്തിന്ന് എണീക്കുമ്പോഴും നമ്മള് സിനാനെ കാണുന്നു. ഇതിലെ ബാലൻ ഒരേ ഒരു എക്സ്പ്രഷനുള്ളൂ. എനിക്ക് എന്റെ അമ്മേനെ കാണണം, എനിക്ക് എന്റെ അമ്മേനെ കാണണം. സിനാൻ എന്താ കരയാൻ വേണ്ടി ചെയ്യാറ്, അല്ലെങ്കിൽ ഇമോഷണൽ ആവാൻ വേണ്ടി? ഇനി അടുത്തതായിട്ട് സിനാൻ ഒരു പടം അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് ജോണറായിരിക്കാം? എനിക്കൊരു ആക്ഷൻ ഫിലിം അഭിനയിക്കണം. അപ്പൊ ഈ ആക്ഷൻ ഫിലിമിലെ ഭയങ്കര റിസ്ക് ഒക്കെ ഉണ്ടാവും. ചെയ്യാൻ നോക്കിയാ ഗ്രൂപ്പിനെ വെച്ച് ചെയ്യിക്കോ തന്നെ ചെയ്യോ? പറ്റുന്നതാണെങ്കിൽ സ്വയം ചെയ്യും. ഈ പറ്റുന്നതെന്ന് ഉദ്ദേശിക്കണ ഏകദേശം എത്ര പേരെ പറ്റിയ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ ഇതുണ്ടാവും, സേഫ്റ്റി ഉണ്ടാവും. ഈ ടോയ് ചേട്ടനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മിന്നൽ മുരളിയില്. ഹെലികോപ്റ്ററല്ലേ? ഇത്രയും പേര് ബാലൻ മൂവി കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഒരു ബാലൻ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ സിനാനോട് പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 10 വർഷം കഴിഞ്ഞ് സിനാൻ ഇപ്പോ നല്ല വലിയ സ്റ്റാർഡും ആയല്ലോ, ഇത്രയും പേര് റെക്കഗ്നൈസ് ചെയ്യുന്നു, കുറെ സിനിമയിലൊക്കെ അഭിനയിച്ച് 10 വർഷം കഴിഞ്ഞ് സിനാൻ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിക്കുട്ടി വന്നിട്ട് സിനാനോട് പറയാണ്, ഞാൻ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തത് ബാലൻ മൂവി കണ്ടിട്ടാണ് എന്ന് പറയുമ്പോ എന്തായിരിക്കും ആ കുട്ടീനോട് സിനാന്റെ റിയാക്ഷൻ? ഞാൻ എന്താ പറയാ, എന്നാലും എത്രയും ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോ ബാലൻ കണ്ടിട്ടാണ് ആ കുട്ടിക്ക് ആക്ട് ചെയ്യണം എന്ന് തോന്നിയേ, അഭിനയം ഫീൽഡിൽ വരണം എന്ന് തോന്നിയെന്ന് പറയുമ്പോ സിനാൻ അതൊരു വലിയ കോംപ്ലിമെന്റ് അല്ലേ? ആ സമയത്ത് എന്തായിരിക്കും ഫീൽ ചെയ്യാ? ആ കുട്ടീനോട് എന്ത് പറയും? സന്തോഷം എന്ന് പറയും. ഒരുപാട് ഹാപ്പി ആയിരിക്കും. അപ്പൊ അങ്ങനെ ആവട്ടെ. അങ്ങനെ മൂവിയിലേക്ക് വരുമ്പോ ഈ കാസ്റ്റിംഗ് ഫസ്റ്റ് ഫോർട്ട് കൊച്ചി പയ്യനായ സിനാൻ എങ്ങനെ ബാലനായി? ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്ന് ഇതുപോലെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോ കാസ്റ്റിംഗ് കോൾ കണ്ട് ഗണിച്ചേട്ടന്റെ ഇങ്ങനെ 14ഉം 15ഉം വയസ്സിന് ഇടയിലുള്ള പിള്ളേരെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. എനിക്കപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു മിനിറ്റ് വീഡിയോയോ ഒരു ഫോട്ടോയോ ആയിരുന്നു. ഞാനപ്പൊ അത് രണ്ടും ആ നമ്പറിൽ അയച്ചു കൊടുത്തു. അപ്പൊ ആ ദിവസം തന്നെ എന്നെ ഉച്ചയായപ്പോ വിളിച്ചപ്പോ പറഞ്ഞ് തേവരയിലാണ് സ്ഥലം, ഒരു സ്ക്രിപ്റ്റ് തരാം. അപ്പൊ ആ സ്ക്രിപ്റ്റ് ആയിട്ട് പോയി അഭിനയിച്ചു. അങ്ങനെയാണ് ബാലനിലേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ ഈ പറയുമ്പോഴും എത്ര സിമ്പിൾ ആയിട്ടാണ് ഇത്രയും വലിയൊരു മൂവിയിൽ അഭിനയിച്ചിട്ടും ഞാൻ അഭിനയിച്ചു എന്ന് പറയണ. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തോ? അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ആ റിയാലിറ്റിയിലേക്ക് വരണുള്ളൂ. വൺസ് അഗെയിൻ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ്. അങ്ങനെ പറ. ഓക്കെ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നമ്മളിപ്പോ എന്താ പറയാ, ബാലന്റെ മൂവി നമ്മൾ ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദിശേഷനെ ഇന്റർവ്യൂ ചെയ്തു, ബീന മാമിനെ ഇന്റർവ്യൂ ചെയ്തു, ഇപ്പൊ അടുത്തത് നമുക്ക് വന്നിരിക്കണത് സിനാനാണ്. കാരണം നമ്മൾ അത്രയും ആ മൂവിയിലേക്ക് ഇൻവെസ്റ്റഡ് ആയി. ഈ പടം ചെയ്യുന്ന സമയത്തെ എന്തൊരു കാര്യത്തിലായിരുന്നു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവുക? എനിക്ക് കുറച്ച് ടെൻഷൻ, അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. എന്നാലും ഇപ്പൊ തുളു പഠിക്കാനും രാവിലെ ഓടാൻ പോവാനൊക്കെ ഒരു ചെറിയ ടെൻഷനല്ലേ, മടി പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളിപ്പോ കുറെ ഇന്റർവ്യൂസിൽ ബാലൻ എന്താന്ന് പറഞ്ഞു. എനിക്ക് സിനാൻ എന്താന്ന് അറിയണം. ഈ ബാലന് വന്നതിന് മുന്നേ ഫോർട്ട് കൊച്ചിക്കാരനായ ഒരു സിനാനില്ലേ, അതാരായിരുന്നു? ഒരു പാവം പയ്യൻ. ഇപ്പൊ പാവല്ലേ? ഇപ്പോഴും പാവം. എന്നാ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ഒരു ഇങ്ങനെ ഫിലിം ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ വീട്ടിൽ ആരെങ്കിലും? ഇല്ല. അപ്പൊ എങ്ങനെ ഈ മോഹം വന്നു? ഞാൻ ചെറുപ്പം മുതൽ കുറെ സിനിമകൾ കാണും. അപ്പൊ അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണോന്ന് ആഗ്രഹം തോന്നിയത്. എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? എന്തെങ്കിലും വീഡിയോ ഷോർട്ട് ഫിലിംസ് എടുക്കുക, ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കാൻ പോവുക, അങ്ങനെ എന്റെ വീടിന്റെ അവിടെയുള്ള കുറച്ച് പിള്ളേരെ വെച്ച് ഞാൻ ഒരു ഷോർട്ട് ഫിലിം പോലെ
എന്നിട്ട് ഇട്ടോ അത് ഇല്ല എവിടെയെങ്കിലും? ഗണിച്ചേട്ടനെ ഞാൻ ഈ പടത്തിന്റെ കാസ്റ്റിംഗ് കോളിന് പോയപ്പോ അത് ഞാൻ കാണിച്ചു കൊടുത്തു. ആ എന്നിട്ട് എന്താ പറഞ്ഞു ചേട്ടൻ? ആ കൊള്ളാം. ഇനി ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെ? ആ അപ്പൊ ഉറപ്പായിട്ടും. ഡയറക്ഷൻ ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ നോക്ക ഇനി മുന്നോട്ട്? ആക്ടിങ് ആണ്. ആണോ? സിനിമയിൽ അഭിനയിച്ചപ്പോ അതിന്റെ ഇഷ്ടം മനസ്സിലായി. അഭിനയിച്ച പ്രശ്നമായി. എന്താ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു ഈ ഷൂട്ട് കട്ട് ആക്ഷന്റെ ഇടയ്ക്ക്? നമ്മളിങ്ങനെ ഒരു റിയാലിറ്റി മനസ്സിലാക്കണ്ടേ, എവിടെയോ ഇരുന്ന് ഞാൻ ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നു. അതിലൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്തായിരുന്നു ഇനി മുന്നോട്ട്? ഇപ്പൊ ആ സെറ്റില് ഏറ്റവും അടിപൊളി, എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ആ സെറ്റിൽ ഒരിക്കലും എനിക്ക് ഇതുവരെയും ബോറടിച്ചിട്ടില്ല. എനിക്കപ്പൊ ഇപ്പൊ രാവിലെ എണീച്ച് 4 മണിയല്ലേ 6 മണിയാകുമ്പോ സെറ്റിലോട്ട് പോവാനും. അത്ര നേരത്തെ പോവും? എത്ര നേരത്തെ. അപ്പൊ ആ ടൈം ഞാൻ രാവിലെ തന്നെ എണീക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോവാനും അഭിനയിക്കാനും എല്ലാം. ഫസ്റ്റ് മൂവി ആയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഈ അഭിനയത്തിന്റെ കേസ് പറയുമ്പോ ശരിക്കും ഇപ്പൊ ആദിശേഷ് ചെയ്തു, നമ്മൾ അവന്റെ ഒരു വലിയ ചേട്ടൻ എന്നുള്ള, അതായത് വളർന്ന് വലുതായ ഒരു ബാലനാണല്ലോ. അപ്പൊ എനിക്ക് ആ മൂവി കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, സിനാൻ ഡയലോഗുകൾ കുറവായിരുന്നു അല്ലേ? എക്സ്പ്രഷൻസ് ആയിരുന്നു കൂടുതലും. അതും ഇമോഷണൽ അല്ല, അഗ്രസീവ് എക്സ്പ്രഷൻസ് ആയിരുന്നു. ടോവി ചേട്ടനോട് കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യുക. ഈ ഫസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോ ഈ അഗ്രഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു? അത് എന്നോട് ചിതു സാറ് പറഞ്ഞു, ഇതുപോലെയാണ് ഈ ക്യാരക്ടറിന്റെ സ്വഭാവം, ഇതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് ചിതു സാറ് പറഞ്ഞു തരും. പിന്നെ ആ സെറ്റിലുള്ള എല്ലാവരും എനിക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കും, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനു മുമ്പ് കുറച്ച് സിനിമകൾ എനിക്ക് കാണാൻ വേണ്ടി തന്നുണ്ടായി. അപ്പൊ അതൊക്കെ കണ്ടു. സിറ്റി ഓഫ് ഗോഡ് ഇംഗ്ലീഷ്, പിന്നെ ക്യാപ്പർണം, അങ്ങനത്തെ കുറച്ച് പഴയ അത്ര നല്ല നല്ല മൂവീസിന്റെ റെഫറൻസ്. എന്നാലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ടോയ് ചേട്ടനല്ലേ, എങ്ങനെ ദേഷ്യപ്പെടും? ദേഷ്യപ്പെടാൻ കുറച്ച് പണിയായിരുന്നു. അപ്പൊ ടോയ് ചേട്ടന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ടോയ് ചേട്ടൻ അടിപൊളിയായിരുന്നു. ഇപ്പൊ ടോയ് ചേട്ടനായിട്ട് എനിക്കിപ്പോ വീട്ടിലുള്ള സീൻ എനിക്ക് കുറച്ച് കുറച്ച് ടഫായിരുന്നു. പക്ഷേ എല്ലാം സിമ്പിൾ അല്ല, ടഫായിരുന്നു. പക്ഷേ ടോയ് ചേട്ടന് ഇങ്ങനെ ഇപ്പൊ തെറ്റിക്കഴിഞ്ഞാലും, ഞാൻ ഇത് കുറെ ഇന്റർവ്യൂ പറഞ്ഞതാണ്. അപ്പൊ തെറ്റിക്കഴിഞ്ഞാലും ടോയ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യും, അടിപൊളിയാന്ന് പറയും. ഈ തെറ്റുമ്പോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവൂലേ, ഇത് ശരിയാ, ഇനി എങ്ങനെ ഇത്, അയ്യോ ഇത് അപ്പൊ കോൺഷ്യസ് ആവുമോ പിന്നെ? അത് എവിടുന്ന് എങ്ങനെ തെറ്റിയാലും പിന്നെ ചെയ്യാനുള്ള ഒരു ധൈര്യം? ഇപ്പൊ ഇത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ, നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ആ ഒരു ഞാൻ ചോദിക്കുന്ന, ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്ത ഒരാൾക്ക് ബാലൻ പോലെ ഇത്രയും വലിയൊരു മൂവിയിൽ എങ്ങനെ ഈ തെറ്റിയിട്ടും പിന്നെയും അത് എനിക്ക് ആ സെറ്റിൽ അഭിനയിക്കുമ്പോ ഒരു പേടി ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, എനിക്കറിയാം ശരിയാകും. അതിന്റെ ചിതു സാറും ഭയങ്കര കോൺഫിഡൻസ് അല്ല, ഭയങ്കര സപ്പോർട്ടാണ്. ടോയ് ചേട്ടനും ഭയങ്കര സപ്പോർട്ടാണ്, ചന്തു ചേട്ടൻ, ഗണിച്ചേട്ടൻ, എല്ലാവരും ഇപ്പൊ തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരു വട്ടം കൂടെയും പോവാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അഭിനയിച്ചതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയ സീൻ ഏതാ? നമ്മൾ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ സീനും, പക്ഷെ അതിന്റെ ബാക്കില് ഭയങ്കര ടഫായിട്ട് കുറെ എഫേർട്ട് എടുക്കണ്ടാവുന്ന സീൻ? എനിക്ക് ഓടാൻ കുറച്ച് പണിയായിരുന്നു. ഓട്ടോ ഇരുന്ന് കുറച്ച് ടഫ്. മറ്റേ ലാസ്റ്റ് ഓടി അമ്മേനെ അന്വേഷിക്കുന്ന ആ സീന്, അതിങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ എടുത്തതാണോ? അതല്ല, കട്ട് ചെയ്ത് വേറെ സ്ഥലം വെച്ചിട്ടാണ് ഷൂട്ട്. എനിക്ക് ഈ ബാലന്, അതായത് ഈ വലുതായ ബാലന് അമ്മയായിട്ടുള്ള സീക്വൻസ് കുറവല്ലേ, ആകെ ലാസ്റ്റ് അല്ലേ? അപ്പൊ അതെങ്ങനെയാ ഇമോഷൻ വർക്ക്ഔട്ട് ആവാ? എന്താണ് അതിന്? ഫുൾ സ്റ്റോറി അറിയാറുന്നല്ലോ? ഇല്ല, സെറ്റിൽ പോയ എനിക്ക് പീക്കും അമ്മ അഭിനയിച്ച സീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പ്രീമിയർ ഷോക്കാനാണ് അതൊന്നും ആ കഥയൊന്നും എന്താന്ന് അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിന്റെ ഇമോഷൻ വന്നത്? അതെനിക്ക് ചിതു സാറാണ് അതൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇതുപോലെ അത് പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലേ, അപ്പൊ അതൊക്കെ വെച്ച് അഭിനയിച്ചു. അങ്ങനെ അങ്ങോട്ട് അഭിനയിച്ചു വിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെയോ ഏറ്റു. ഫസ്റ്റ് റെസ്പോൺസ് ആരുടെയായിരുന്നു? ഫസ്റ്റ് റെസ്പോൺസ് പ്രീമിയർ ഷോ കണ്ടപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പടം കഴിഞ്ഞ്
വന്ന് സംസാരിച്ചു, പടം ഇഷ്ടമായെന്ന് പറഞ്ഞു. ഉം. ഭയങ്കര ഹാപ്പി. അവിടെ ഉണ്ടായിരുന്ന ആ ആൾക്കാർ അവിടെ തന്നെയാണ്. ഉണ്ടായിരുന്നു. ഇപ്പം നമ്മള് ഒരു സാധാരണ ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് അറിയാവുന്ന ആ ഒരു ഏരിയന്ന് ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ അതും ഇത്ര ചെറിയ പ്രായത്തിൽ അഭിനയിക്കാൻ പോകുന്നു. ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി ഇപ്പൊ കിട്ടിന്ന് പറഞ്ഞപ്പോ അധികം വിശ്വാസമായില്ല. ആ അതിനുശേഷം എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോയപ്പോ എല്ലാവർക്കും വിശ്വാസമായി. അപ്പോഴാണ് ആ വിശ്വാസം ആവണേ. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതെന്താ ഒരു സംശയം? പറഞ്ഞിട്ടുണ്ട്. ആ എന്നിട്ട് അപ്പൊ അവരെന്താ പറഞ്ഞ? അഭിനയിക്കണ്ട അങ്ങനെ അങ്ങനെ പറഞ്ഞു? ഇല്ല. അഭിനയിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. ആ പക്ഷേ അവർക്കും അറിയില്ല ഇതിലോട്ടൊക്കെ ഇനി. ആ അതാണ് പ്രശ്നം. കൺസേൺഡ് ആണ് ആ സിനിമയിലൊക്കെ വന്നാ എങ്ങനെയായിരിക്കും. സിനിമയില് അങ്ങനെയല്ല. ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കാൻ പോണോന്ന് പറഞ്ഞാലും അവർക്കറിയില്ല എന്നെ ഇപ്പൊ ഇങ്ങനെ കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വിടും. അത് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ, ഈ പത്താം ക്ലാസ് അല്ലേ ഇനി അടുത്തത്? പത്താം ക്ലാസ് ചെയ്യാൻ പോകുന്നു. ഈ വർഷം ഈ വർഷം 10ാം ക്ലാസ് ചെയ്യുന്നു. അപ്പൊ ഈ നമ്മളെ എഡ്യൂക്കേഷൻ ഒരു ടെൻഷൻ ആയിരിക്കില്ലേ? ഇനി പഠിക്കാൻ പറ്റുമോ? സിനിമയിലൊക്കെ വന്ന് ഇനിയിപ്പൊ തിരക്കാവൂലേ? ഇല്ല. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് എഴുതാം. NIOS വെച്ച് എഴുതാം. അതുകൊണ്ട് ഇപ്പൊ പേടിയൊന്നും ഇല്ല. ഇനി സിനിമയിൽ അഭിനയിക്കാൻ മുന്നോട്ട് തന്നെ? മുന്നോട്ട്. ഏതെങ്കിലും വന്നോ ബാലൻ കണ്ടിട്ട്? ഇല്ല ഇല്ല. ആരും അങ്ങനെ വിളിച്ചില്ല? ഉറപ്പാ? പറയരുത് എന്ന് പറഞ്ഞോണ്ട് പറയത്തല്ലേ. ഞാന് ആദിശേഷിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ക്ലീഷേ ക്വസ്റ്റ്യൻ, മമ്മൂക്കാനെയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം എന്ന് വെച്ചപ്പോ അവൻ ന്യൂട്രലി പറഞ്ഞു രണ്ടുപേരെ ഇഷ്ടാന്നുള്ളത്. പക്ഷെ ഞാൻ സിനാനോട് ചോദിക്കുമ്പോ മമ്മൂക്ക മോഹൻലാൽ ഒക്കെ നമുക്കറിയാം, രണ്ടും മെഗാ സ്റ്റാർസ് ആണ്. നമ്മൾ ഏറ്റവും അതല്ലാതെ ഒരാളുടെ കൂടെ ഇനി ഒരു മൂവി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? എനിക്ക് മലയാളത്തിൽ എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ഞാൻ കുറെ സിനിമകളാണ് കണ്ടപ്പോ അങ്ങനെ പെട്ടെന്ന് ഒരാളെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് അവരെ കൂടെ എല്ലാവരും ഓക്കെ നമ്മൾ അഭിനയിക്കണം. എന്നാലും ഈ ഒരു ആക്ടറിനോട് ഒരു സ്പെഷ്യൽ അവരുടെ മൂവിയിൽ അഭിനയിച്ച അല്ലെങ്കിൽ അവരായിട്ട് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടെങ്കിൽ? എനിക്ക് വിജയ് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. തളപതി. തളപതി. ഇനി ചെയ്യാൻ പറ്റൂലല്ലോ. അതിന്റെ ഒരു വിഷമമുണ്ട്. വിജയ് ഫാനാ? വിജയ് ഫാൻ. അപ്പൊ ഈ ചെറുപ്പത്തിൽ മറ്റേ വിജയുടെ തിയേറ്ററിലൊക്കെ പോയി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? സെലിബ്രേഷൻ ആണല്ലോ വിജയ് സാറിന്റെ മൂവി എന്ന് പറയുമ്പോ. വിജയ് സാറിന്റെ സിനിമയ്ക്കൊക്കെ പോയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഏത് പടത്തിനാ പോയെ? ഇപ്പൊ ഞാൻ കുറെ പടത്തിന് പോയി. ഞാൻ പക്ഷേ ഇപ്പൊ വിജയ് ഒരു വർഷത്തിൽ ഒരു പടം അങ്ങനെയല്ലേ ചെയ്യണം. അപ്പൊ ഞാനിപ്പോ തെരി, മെർസൽ അങ്ങനെ അങ്ങനെ കുറച്ച്, അല്ലാതെ ഇപ്പൊ റിലീസ് വന്നിട്ട് കണ്ടത് ഗില്ലി, അങ്ങനെ സച്ചിൻ, അതൊക്കെ കണ്ട തിയേറ്ററിൽ. വിജയ് ഫാൻ. റിലീസ് വരുമ്പോ ഇനി എല്ലാം കാണുന്നുണ്ട്. എല്ലാം കാണും. എല്ലാം കാണും. ഈ സിനിമ എന്ന് പറയണത് നോർമൽ നമ്മളെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആഗ്രഹമാണ്. പക്ഷെ അത് എക്സിക്യൂഷൻ ചെയ്യാൻ ഒരു ധൈര്യം വേണ്ടേ? നമ്മളിങ്ങനെ കാസ്റ്റിങ്ങിന് അയക്കുക, അവരത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയുക, ഗണപതിനെ പോലുള്ള ഒരാളെ നമ്മള് വിളിക്കുക അല്ലെ, ചിതു സാറ് നമ്മളായിട്ട് അത് ഒരു ഇപ്പൊ എല്ലാരും പറയും നമ്മളത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ. നമുക്ക് ആദ്യം നമ്മളൊരു വണ്ടർ വേൾഡിലായിരിക്കും. ആ ഒരു വേൾഡിൽ ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. ഞാൻ അവിടെ എത്തി, ഓരോന്ന് കയറിയപ്പോ തന്നെ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ടല്ല, ആദ്യമായിട്ടാണ് സെലിബ്രിറ്റീസിനെ കാണുന്നത്. ചേട്ടൻ ഞാൻ ഇപ്പൊ ഷൂട്ടിംഗ് കാണാൻ ഇപ്പൊ ടോവിച്ചേട്ടനെ കണ്ടാണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ പോയിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ട്. അല്ല, ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ടോ? ഷൂട്ടിംഗ് കാണാൻ ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ കുറച്ച് പേര്. തല്ലുമാലിന്റെ ഷൂട്ടിന് ഞാൻ ടോവിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. കൊച്ചിയിൽ വെച്ചിട്ട് ഷൂട്ടാണോ? പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അത് പറഞ്ഞോ ടോവിച്ചേട്ടനെ കണ്ടപ്പോ? അതെന്താ പറഞ്ഞില്ല? പറയായിരുന്നില്ലേ ഞാൻ തല്ലുമാലയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വന്നായിരുന്നു? അന്ന് എന്റെ ഒപ്പം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ടോവിച്ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ആദിശേഷനെക്കാളും സിനാനായിരുന്നു അല്ലെ? അതായത് നമ്മളാ ലോറിയിൽ നിന്ന് ഇറങ്ങുന്ന സീനില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്
ബാക്ക് കാണിക്കുമ്പോ അവിടെയും ആദിശേഷി കുഞ്ഞു ബാലനായിരിക്കും എന്നാ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വളർന്ന് വലുതായത് നമ്മള് അറിയുന്നില്ലല്ലോ. അത് മറ്റേ എന്താ പറയാ ടൊവിനോ ഉറക്കത്തിന്ന് എണീക്കുമ്പോഴും നമ്മള് സിനാനെ കാണുന്നു. നമ്മൾ ഇതാരാ പെട്ടെന്ന് ബാലൻ ഇത്ര പെട്ടെന്ന് വലുതായോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ മുതലേ ബാലൻ ഒരേ ഒരു എക്സ്പ്രഷനുള്ളൂ, എനിക്ക് എന്റെ അമ്മേനെ കാണണം, എനിക്ക് എന്റെ അമ്മേനെ കാണണം. ഈ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമ നമുക്ക് ഹുക്ക് ആവണ ഒരു പോയിന്റ് ഇല്ലേ, അതെ ഈ കഥ ഇതില് തന്നെ എനിക്ക് അഭിനയിക്കണം എന്ന് തോന്നിയ പോയിന്റ്? എനിക്ക് ആക്ച്വലി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഇല്ല, എനിക്ക് മഞ്ഞുമൽ ബോയ്സ് ഞാൻ 3 വട്ടം തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചുള്ള ചിതു സാറിന്റെ ഈ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കുമ്പോ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറിന്റെ പടം ഞാൻ അങ്ങോട്ട് അഭിനയിച്ചു. നമ്മള് ചിതു സാറ് ഡയറക്ട് ചെയ്ത ഒരു മൂവിയിൽ അഭിനയിച്ചു, അതിന് വലിയ അപ്രിസിയേഷൻ കിട്ടി. പക്ഷെ ബാലൻ ഇത്ര ഹിറ്റായി സിനാൻ ഒരു ഡ്രീം ഉണ്ടോ, എനിക്ക് ഇന്ന ഒരു ഡയറക്ടറിന്റെ പടത്തിൽ വർക്ക് ചെയ്താ കൊള്ളാം? അതാരാ? കാർത്തിക് സുബ്രാജ് സാർ. ഓ, അതിലൊരു കൺഫ്യൂഷനും ഇല്ല, അതെന്താ? എനിക്കിപ്പോ ഇഷ്ടമാണ് പടങ്ങൾ. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോ എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം. ഒരു ഞായറാഴ്ചയായിരുന്നു അത് വന്നത്. അപ്പൊ അടിപൊളിയാണ്. എന്ത് ചെയ്തോണ്ടിരിക്കുമ്പോഴാ വന്നത്? ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വന്നത്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ ദേ എന്റെ പോസ്റ്റർ, അതായിരുന്നു റിയാക്ഷൻ. എന്നിട്ട് അത് ആരെ ആദ്യം കൊണ്ടേ കാണിച്ചേ? ഞാൻ എന്റെ വാപ്പാനെയാണ് ഫസ്റ്റ് കാണിച്ചത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ പേരൻസിന് പൊതുവെ ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻ അവര് പറഞ്ഞായിരുന്നോ, ഇത് നീ ചെയ്യണോടാ, നീ പോയാ ശരിയാവോ? ഇല്ല, എന്നോട് 10th ഇനി എഴുതിയെടുക്കണോന്നാ പറഞ്ഞത്. അത് മാത്രം നീ പഠിക്കണം, പഠിത്തം കളയരുത്. അല്ലാതെ എന്നോട് വേറൊന്നും. എന്താ ഇതിപ്പം ആക്ടർ എന്നുള്ള ഒരു ഇതല്ലാതെ ഇപ്പൊ ബാലനിൽ അഭിനയിച്ചോണ്ട് അത് നമുക്ക് ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാലോ. അല്ലായിരുന്നെങ്കിൽ ആരാവാനായിരുന്നു ആഗ്രഹം? എനിക്കാ അല്ലാതെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ലേ? ഇപ്പൊ ആൾക്കാര് പറയില്ല എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ടീച്ചർ ആവണം, അങ്ങനെയല്ലേ? ഞാൻ 10th അല്ലേ ആയിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയുന്നത് 10ാം ക്ലാസ് ഒരു വഴിത്തിരിവാന്ന്, അത് കേട്ടില്ലേ? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞില്ലല്ലോ. 10ാം ക്ലാസ് തീരുമാനിക്കണം എന്നാ പറയണത്. +1 +2 ഏത് എടുക്കണം, 10ാം ക്ലാസ് ഒരു അത് കേട്ടില്ല ഡയലോഗ്? വഴിത്തിരിവാന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പറയായിരുന്നു 10ാം ക്ലാസ് ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാന്ന് പറയുമായിരുന്നു. ശരിക്കും അതൊരു വഴിത്തിരിവാ. ഇപ്പൊ ഇങ്ങനെ 10ാം ക്ലാസ് കഴിയുമ്പോ എന്തെടുക്കാനാ പ്ലാൻ? 10ാം ക്ലാസ് കഴിയുമ്പോ ഞാൻ അവൻ അതിനെ പറ്റി അഗാധമായി ചിന്തിച്ചിട്ടില്ല. സയൻസ് എടുക്കും, അതാവുമ്പോ എന്തിനും പോവാലോ. എന്നിട്ട് എപ്പോഴും നമ്മളിങ്ങനെ പറയും ആക്ടേഴ്സിന് ഒരു പ്രൊഫഷൻ കൂടെ വേണം, ഇത് കൺസിസ്റ്റന്റ് അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയാ? എന്തെങ്കിലും ബിസിനസ് ആയിട്ട്. അതെ, അങ്ങനെ സയൻസ് എടുത്തില്ല. ഇല്ല, സയൻസ് സയൻസ് അല്ലേ. അപ്പൊ എന്തെങ്കിലും ബിസിനസ് ആയിട്ട്. അപ്പൊ കൊമേഴ്സ് എടുക്കണം. കൊമേഴ്സ് എടുത്തിട്ട് എന്ത് ബിസിനസ് തുടങ്ങും? എന്തെങ്കിലൊക്കെ ചെയ്യും ഞാൻ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. സിനിമയിൽ തന്നെ ഇപ്പൊ നിക്കാലോ. ശരിയാണ്, പക്ഷെ വേണ്ടില്ല, എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്തെങ്കിലും ഒരു മൂവി ഡയറക്ട് ചെയ്യേണ്ട വന്നാ, ഇപ്പൊ കൊറേ അഭിനയിച്ചിട്ട് ഇനി അഭിനയിച്ച് ഇനി എനിക്ക് മടുത്ത അഭിനയം ഒന്ന് ഡയറക്ട് ചെയ്യാന്ന് വിചാരിച്ചാ ആരെ കാസ്റ്റ് ചെയ്യും? പീക്കൂനെ കാസ്റ്റ് ചെയ്യും. പീക്കൂനെ കാസ്റ്റ് ചെയ്യും. ആ പീക്കുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇത് പറഞ്ഞപ്പോ എനിക്ക് തോന്നി നിങ്ങൾ തമ്മിൽ അങ്ങനെ കോമ്പിനേഷൻ സീൻസ് വരൂലല്ലോ. അപ്പൊ അത് എങ്ങനെ ഈ പീക്കുമായിട്ട് ഇത്ര കണക്ഷൻ വന്നേ? പീക്കൂനായിട്ട് എനിക്ക് ഷൂട്ട് തുടങ്ങണേ മുമ്പ് തന്നെ ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും പിന്നെ അങ്ങനെ കമ്പനിയായി. പക്ഷെ നിങ്ങൾ തമ്മിൽ ഭയങ്കര പ്രായവ്യത്യാസം ഇല്ലേ? പ്രായവ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾക്ക് സെറ്റില് കോമ്പിനേഷൻ സീൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റൂലല്ലോ. പക്ഷേ ഷൂട്ടിന് ഒരുമിച്ച് ഉണ്ടായി. പീക്കു വന്നു. പീക്കുമായിട്ട് ഒരു ബ്രദർ കണക്ഷൻ അങ്ങനെയാണ്. സിസ്റ്റർ ഉണ്ട്. എന്ത് ചെയ്യുന്നേ? 9th-ലാണ് ഇപ്പൊ. 9th-ലാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സിബ്ലിംഗ് വാഴ 2 കണ്ടില്ലേ മൂവി? അത് കണ്ടപ്പോ കരഞ്ഞോ? ഇല്ലേ? അപ്പൊ എന്താ അനീത്തിക്ക് മെസ്സേജ്? അനീത്തിനെ കാണുമോ, അനീത്തിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നേ ചെയ്തോ? കാരണം വാഴ 2 കണ്ടിട്ട് കൊറേ പേര് നിങ്ങളുടെ ബാലൻ പോലെ തന്നെ
ഇമോഷണൽ ആയി പോയി എന്ന് ആ പറഞ്ഞ ഇതുണ്ട്. അതെ അതെ. ആ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? വാഴ 2 കണ്ട് ഇമോഷണൽ ആവുന്ന പടം കണ്ട് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ആളാണോ? എന്ന് വെച്ചാ ഇങ്ങനെ ഞാനൊക്കെ ഒരു പടം കണ്ട് കരച്ചില്ല, ഞാൻ ബാലൻ കണ്ട് കരഞ്ഞു. ആ അങ്ങനെ കരയോ? കരയും. പിന്നെ എനിക്ക് ആകാശദൂതൊക്കെ കണ്ട് ഞാൻ കുറെ വട്ടം കരഞ്ഞിട്ടുണ്ട്. ആകാശദൂത് അതെല്ലാരും ആകാശദൂത് കണ്ടാ കരയും. പിന്നെ ഏത് പടം കണ്ടേറ്റാ? പിന്നെ പിന്നെ ഞങ്ങള് കരഞ്ഞിട്ടില്ല. ആകാശദൂത് അത്ര പഴയ പടല്ലേ? ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഏതെങ്കിലും പടം ഭയങ്കര മനസ്സിൽ ടച്ച് ചെയ്ത ഏതെങ്കിലും പടം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടൂല എനിക്ക്. കിട്ടൂല. ഹോം കണ്ടിട്ട്? ഹോം. ഹോം അതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ അച്ഛനമ്മ ഫാമിലി ഓറിയന്റഡ് പടാണ്. പക്ഷെ ഇതുവരെ വന്ന മൂവീസിൽ ഭയങ്കര ഡിഫറെന്റ് സ്റ്റോറിയാ ബാലന്റെ, അല്ലേ? അതെ. അപ്പൊ ചിതു സാറ് എന്താ ഇപ്പൊ കുറെ ഇൻസ്ട്രക്ഷൻസ് തന്നു എന്ന് പറഞ്ഞു, കുറെ ഗൈഡൻസ് തന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ സിനാനെ ആക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഇൻസ്ട്രക്ഷൻ എന്താ ചിതു സാർ തന്നെ? ചിതു സാർ ഇപ്പൊ എനിക്ക് ചിതു സാറേ എനിക്കിപ്പോ അഭിനയിക്കുന്ന ടൈമിൽ കുറച്ച് അധികം ഡൗട്ട്. ഇപ്പൊ ഇത് ഞാൻ ഇങ്ങനെ പറയും, ഇതിപ്പോ അപ്പൊ ഞാൻ ഓരോ കാര്യം ഇപ്പൊ ചിതു സാറേ അങ്ങനെ അങ്ങനെ ചോദിക്കും. അപ്പൊ ചിതു സാറെല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരും. അല്ലാണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടിപ്പ്, എടാ നീ ഇങ്ങനെ ചെയ്യണ്ട, കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്ത് നോക്ക്, അത് എന്നിട്ട് ഭയങ്കര ഹെൽപ്പ് ആയത് ഫുൾ ത്രൂ ഔട്ട് സിനിമ? കൊറേ കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോ പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, അല്ലെ? നിങ്ങൾ സെറ്റിൽ ഒരു കോമഡി ഇൻസിഡന്റ് ഷെയർ ചെയ്യാമോ? സെറ്റില് കോമഡി ഇൻസിഡന്റ് എല്ലാരും ഫണ്ണി ആയിട്ടുള്ള ആൾക്കാരല്ലേ? ടോവിച്ചേട്ടൻ, ഗണപതി ചേട്ടൻ, എല്ലാരും ഭയങ്കര ചിൽ ആൾക്കാരല്ലേ? പക്ഷെ എനിക്ക് അതൊന്നും ഉണ്ടായിട്ടില്ലേ? ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് പഠിക്കാനുള്ള തിരക്കിലൊക്കെ പഠിപ്പായിരുന്നു. ഞാൻ വേറെ എന്റർടൈൻമെന്റ് ഒന്നും നിന്നില്ല. പക്ഷെ കൊറേ ഉണ്ട്. പെട്ടെന്ന് ഒന്നും ഓർമ്മ വരുന്നില്ല. ഈ പടത്തിന്റെ ഹാങ് ഓവറിൽ അങ്ങോട്ട് സെറ്റിൽ നടന്നതൊക്കെ അങ്ങോട്ട് മറന്നുപോയി. അങ്ങനെയാണോ? ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായി, അതുകൊണ്ട്. എപ്പോഴായിരുന്നു ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ? കഴിഞ്ഞ ഇയർ ആണ്. ഒരു വർഷമായി. ഈ ഒരു വർഷം എങ്ങനെ ഇത് സീക്രട്ട് ആയിട്ട് കൊണ്ടു നടന്നു? അത് എന്റെ കുറച്ച് ഫ്രണ്ട്സിനും വീട്ടുകാർക്കും മാത്രം അറിയാം. എന്നാലും അവര് എവിടെങ്കിലൊക്കെ നമുക്കൊന്ന് പാളിപ്പോകൂലേ? എവിടെയും പാളിപ്പോയിട്ടില്ല. എഗ്രിമെന്റ് ഓർത്തു. എഗ്രിമെന്റ് അവന് ആദ്യം പറഞ്ഞതാ എഗ്രിമെന്റ് ഓർത്തോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത്. നമ്മളിപ്പോ പറയുമ്പോ ഇപ്പം 10ാം ക്ലാസ് ആയിട്ടുള്ളൂ, പക്ഷെ എന്നാലും നമ്മൾ ഒരു കാര്യത്തിലേക്ക് അച്ചീവ് ചെയ്യുമ്പോ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ. ഇപ്പൊ പടം നല്ലതാണെന്നാണ് മെജോറിറ്റി ആൾക്കാരും പറയണേ. പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും. പക്ഷെ എന്നാലും ചില ആൾക്കാർ വന്നിട്ട് മനഃപൂർവ്വം നമ്മളെ എന്താ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അല്ലാതെ ഇപ്പൊ മൂവി റിലേറ്റഡ് അല്ലാണ്ടാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ ഇങ്ങനെ, കാരണം ഇത്രയും വലിയൊരു മൂവിയിൽ അഭിനയിച്ച് അത് സക്സസ്ഫുൾ ആയല്ലോ. അപ്പൊ ലൈഫിലെ ഇൻസിഡൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കാരണം പടം ഭയങ്കര സെറ്റപ്പായിട്ട് അഭിനയിച്ചത്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും പടം കണ്ടിട്ട് എന്നോട് നല്ല പടം, അങ്ങനെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ആസ് എ പേഴ്സൺ സിനാൻ എങ്ങനെയാ? ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണോ? പെട്ടെന്ന് ദേഷ്യം വരുമോ? അതോ ഭയങ്കര കൂൾ ചിൽ പേഴ്സൺ ആണോ? കൂൾ ചിൽ ആണോ? ഉറപ്പാണോ? ഇതെന്താന്നറിയോ, സിനാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സിനാൻ അറിയുന്ന ആരെങ്കിലും ഈ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോ പറയും, അവൻ ഭയങ്കര ദേശക്കാരനാ, അങ്ങനെ പറയോ? അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ അധികം പൊട്ടിത്തെറിക്കാറില്ല. അങ്ങനെയാണോ? അപ്പൊ അത് ഞാൻ ചോദിക്കുന്നതിനൊരു റീസൺ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ദേഷ്യം വന്നത് ടോവി ചേട്ടന്റെ അടുത്ത്? അത് എനിക്ക് ആ സ്ക്രിപ്റ്റ് തന്നതുപോലെ തന്നെ എന്തായാലും ദേഷ്യപ്പെടണം. ദേഷ്യപ്പെടാണ്ട് പറ്റൂല. എനിക്ക് ദേഷ്യപ്പെടണ്ടെന്നുണ്ട്. ഇപ്പൊ എല്ലാരും നോട്ടീസ് ചെയ്യുമ്പോഴേ സെലിബ്രിറ്റി ആയി തോന്നുന്നുണ്ടോ? ഇഷ്ടമാണോ സെലിബ്രിറ്റി ലൈഫ്? അതെ. അതുകൊണ്ടാണോ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞത്? അല്ല, അതുകൊണ്ടല്ല, എനിക്ക് അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ സെലിബ്രിറ്റി ആയാ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നോർമലി ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. പക്ഷെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് റെമ്യൂണറേഷൻ ഒക്കെ കിട്ടൂലോ, പൈസ കിട്ടും. ഇനി പുതിയ സിനിമയൊക്കെ വരുമ്പോ ആ പൈസയും കൊണ്ട് എന്ത് ചെയ്യണം എന്നാണ്? ഇപ്പൊ എന്താ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. എനിക്കിനി ഒരു സ്കൂട്ടർ വാങ്ങണം. ഏത് സ്കൂട്ടർ? ഏതെങ്കിലും ഒരു സ്കൂട്ടർ.
അതെന്താടാ? 18 വയസ്സായിട്ടില്ല. അത് ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ. അല്ല, വാങ്ങണേന് കുഴപ്പമൊന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞിട്ട് നീ ഓടിച്ചാ മതി. വാങ്ങിച്ച് വീട്ടിൽ വെച്ചോ. ഇലക്ട്രിക് സ്കൂട്ടർ. അത് നീ ഇപ്പൊ സേഫ് ആവാൻ വേണ്ടി ഇല്ല പറഞ്ഞതല്ലേ? അല്ല, ഇലക്ട്രിക് സ്കൂട്ടർ. സ്കൂട്ടറാ താല്പര്യം കാറിനേക്കാളും? അതിനൊക്കെ 18 വയസ്സായ കാർ എടുക്കും. അതിപ്പോ 18 സ്കൂട്ടർ ഇലക്ട്രിക് ആയതുകൊണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? എനിക്ക് കാറാണ് ഇഷ്ടം. കാർ പോർഷൻ, കാറില് ഏതാ ഇഷ്ടം? പോർഷൻ 911. അതാണ് എനിക്കിഷ്ടം. സെറ്റപ്പാണ് ഫുള്ള്. അപ്പൊ സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ ഇനി എവിടെങ്കിലും വെച്ച് സിനാനെ കാണുമ്പോ പോർഷയിലൊക്കെ ഇറങ്ങി വരുമ്പോ നമ്മളൊക്കെ കണ്ടാ മൈൻഡ് ചെയ്യോ? പിന്നെ പറയാൻ പറ്റൂല. mind വലിയ സെലിബ്രിറ്റി ഒക്കെ കഴിയുമ്പോ ഇങ്ങനെ ക്രൗഡ് കൂടൂലേ? സിനാൻ വന്ന് ഇപ്പൊ ടോവി ചേട്ടനൊക്കെ വന്ന് സെറ്റിൽ ഇറങ്ങുമ്പോ കണ്ടായിരുന്നോ? ആ സമയത്ത് ഉണ്ടായിരുന്നോ? പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ കാണാൻ വന്ന, ഷൂട്ടിംഗ് കാണാൻ വന്ന? ടോയ് ചേട്ടനെ കാണാനായിട്ട് ആൾക്കാർ വരും. അപ്പൊ ഇങ്ങനെ അതുപോലെ നാളെ സിനാനെ കാണാനും വരും. അപ്പൊ സിനാന് ഇങ്ങനെ കൊറേ ക്രൗഡ് ആയി കഴിയുമ്പോ ഇല്ല ഇല്ല ഇഷ്ടാണ്. അതാ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കൊറേ പൈസ ആയി കഴിയുമ്പോ ഇത് ചെയ്യണം, അത് ചെയ്യണം. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമല്ലേ? അതല്ലാണ്ട് പെക്യുലർ ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എനിക്ക് ആ ഒരു സാധനം ഞാൻ കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. എനിക്ക് ഒന്നെങ്കിൽ ചിലപ്പോ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോ പേഴ്സണൽ ആയിരിക്കും. അങ്ങനെ എന്താ? എനിക്കൊരു വീട് വെക്കാനും എല്ലാവർക്കും ഉള്ള ആഗ്രഹം തന്നെ. വീട് വെക്കണം, ഒരു കാർ മേടിക്കണം, അങ്ങനെയുള്ള ഒരു നല്ലൊരു പണി വേണം. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എവിടെ പോവാന് ആദ്യം എവിടെ പോവും? ഹിമാചൽ. അതെന്താടാ? അതാരും ഞാൻ വല്ല ബാലി, തായ്ലൻഡ് ഒക്കെ പ്രതീക്ഷിച്ചു. അവിടെ ഒന്നുമില്ല അതാണോ? എന്താ ഹിമാചൽ? ഹിമാചൽ പ്രദേശ്. വെറുതെ അതെന്താ ആ ഒരു സ്ഥലത്തിനോട് ഒരു അട്രാക്ഷൻ തോന്നാൻ? വെറുതെ പോണോന്നൊരു ആഗ്രഹമുണ്ട്. അതാ സ്ഥലം. ഈ ബാലൻ മൂവി ഷൂട്ട് ചെയ്തതും ഡിഫറെന്റ് ലൊക്കേഷൻസിലായിരുന്നില്ലേ? അതിനോടൊക്കെ എങ്ങനെ അഡാപ്റ്റ് ആവാൻ? ഇപ്പൊ ലൊക്കേഷൻ ചേഞ്ച് വരുമ്പോ, ക്ലൈമറ്റ് ചേഞ്ച്, കാരണം എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര തണുപ്പുള്ള ഏരിയ ആയിരുന്നു. വയനാട് കുറച്ച് തണുപ്പാണ്, മംഗലാപുരം ചൂടാണ്. രണ്ടും രണ്ട് ഇതായിരുന്നു. ഫസ്റ്റ് മംഗലാപുരം ഷൂട്ട് ചെയ്തിട്ടാണ് വയനാട്ടിലോട്ട് പോകുന്നത്. ഓക്കെ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല? ക്ലൈമറ്റ് ചേഞ്ചിന്റേതായ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല? അപ്പൊ വയനാട് ഇതിന് മുന്നേ പോയിട്ടുണ്ടോ? വയനാട് പോയിട്ട്? ഇല്ല, വയനാട് മംഗലാപുരം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഷൂട്ടിങ്ങിന് അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്, പുതിയ പുതിയ സ്ഥലങ്ങൾ. പ്രമോഷനായിട്ട് ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ഈ 3 സ്ഥലത്തും പോയി. അമ്പടാ. അപ്പോഴത്തേക്ക് ഒരു പടം അഭിനയിച്ചപ്പോഴത്തേക്ക് ഇത്ര സ്ഥലങ്ങൾ കണ്ടു. അതാണ് അതിന്റെ ഒരു. ഇനി പുതിയ ഓരോരോ പടങ്ങൾ അഭിനയിക്കാനുള്ള ഒരു ത്വര അതിൽ വരില്ലേ? ഉറപ്പായിട്ടും. ഇനി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം എന്നുള്ളത്. പ്രൊമോഷൻ ഒക്കെ ചെയ്യുമ്പോ എങ്ങനെ? സാധാരണ നമ്മളിപ്പോ മൊബൈലിൽ അല്ലെങ്കിൽ ടിവിയിലൊക്കെ കാണൂലോ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ പ്രൊമോഷന് പോണത്. പ്രൊമോഷൻ എങ്ങനെയുണ്ടായിരുന്നു? പ്രൊമോഷൻ എല്ലാം അടിപൊളിയായിരുന്നു. എന്താ പ്രൊമോഷന് കോളേജിലൊക്കെയാണോ പോയത്? അല്ല, തിയേറ്റർ വിസിറ്റ്. അപ്പൊ ഡയറക്റ്റ് ഓഡിയൻസിന്റെ റിയാക്ഷൻ കിട്ടിയില്ലേ? ഓഡിയൻസിന്റെ അവിടുന്നൊക്കെ ഇപ്പൊ ഹൈദരാബാദിൽ നിന്നൊക്കെ എന്നോട് കുറച്ചു പേര് സിനിമ കണ്ടിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ? നമ്മള് മലയാളി ഓഡിയൻസ് അല്ലാണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ നമ്മളെ പടം കാണുമ്പോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ മലയാളം മൂവീസ് കാണുന്നത് പുറത്തുള്ളവരാ. ഇപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏത് ഡയറക്ടറിന്റെ പേരായിരുന്നു? കാർത്തിക് സുബരാജ് കാണുമ്പോ വിളിക്കും. അപ്പൊ ഏത് സ്റ്റോറി വേണമെന്നാ പറഞ്ഞേ? ആക്ഷൻ ഓക്കെ. കാർത്തിക് സാർ ആക്ഷൻ മൂവിക്ക് വേണ്ടിട്ട് നമ്മളെ സിനാനെ ഞാൻ റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, എന്തായാലും വിളിക്കും. ഓക്കെ. അപ്പൊ കൊറേ നേരം നമ്മൾ ഇരുന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് സിനിമ കണ്ടപ്പം, ഇപ്പൊ ഞാൻ ആദിശേഷനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര പടം കണ്ട് ഇമോഷണൽ ആയിട്ട് ഞാൻ ഇന്റർവ്യൂടെ ഇടയ്ക്ക് ഹഗ് ചെയ്തു. അപ്പൊ അതുപോലെ പടം കണ്ടിറങ്ങി ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് ഓരോ ഇമോഷൻ ആണല്ലോ. അപ്പൊ ആ ഇമോഷന്റെ പുറത്ത് ഞാൻ സിനാന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തരട്ടെ? ഓക്കെ. ഇത് നമ്മളെ ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ എന്ന് പറയുന്ന, ഓക്കെ, ഇത് മറക്കണ്ട. ഓക്കെ, ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ തരുന്ന ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് ആണ്. അതായത് ഇതിന്റെ അകത്ത് നമ്മൾ കുട്ടികൾക്ക് 1-on-1 ക്ലാസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കണമെന്ന്, അതുപോലെ ചെയ്യുന്നത്. അതായത് പേഴ്സണലൈസ് ചെയ്ത് 1-on-1 ക്ലാസ്സസ് എടുത്തു കൊടുക്കും. നിങ്ങളെ ടൈം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളെ സൗകര്യം അനുസരിച്ച് ഒരു കൊച്ചിന് ഒരു ട്യൂട്ടർ എന്നുള്ള രീതിയിൽ അവർ ക്ലാസ് എടുത്തു തരും. അപ്പൊ അവരുടെ വക ഒരു ഗിഫ്റ്റ് സിനാന് തന്നിട്ടുണ്ട്. അപ്പം
നമുക്ക് ഓക്കെ, അത് നമുക്ക് ഭയങ്കര സന്തോഷം. ഇനിയും നമ്മള് ഒത്തിരി പടങ്ങളിൽ സിനാനെ കാണാൻ പറ്റട്ടെ, വലിയ വലിയ പ്രോജക്ട്സ് കിട്ടട്ടെ. എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് പറയാനുണ്ടോ? എല്ലാവരും ബാലൻ പോയി കാണുക. കാണാത്തവരുണ്ടെങ്കിൽ ബാലൻ പോയി കാണാം, അടിപൊളി മൂവിയാണ്. അപ്പൊ ഓക്കെ, ബൈ. ബൈ. താങ്ക് യു.